وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. നാം അവരുടെ മുന്നിൽ ഒരു മതിൽ കെട്ട് ഉയർത്തിയിട്ടുണ്ട്, അവരുടെ പിന്നിലും മതിൽ കെട്ടുണ്ട്. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്കൊന്നും കാണാനാവില്ല. അതിനാൽ ഉപകാരപ്രദമായ കാഴ്ച അവർക്ക് കാണാൻ കഴിയില്ല. സത്യത്തോടുള്ള അവരുടെ നിഷേധവും കുഫറിൽ തന്നെയുള്ള അവരുടെ കടുംപിടുത്തവും പ്രകടമായതിനു ശേഷമാണ് ഇതവർക്ക് സംഭവിച്ചത്. അള്ളാഹു ഈ ആയത്തിൽ 3 തരം തടസ്സങ്ങൾ കൊണ്ട് അവരെ മറയിട്ടതായി പറയുന്നു. 3 തരം ബ്ലോക്സ്. ഒന്ന്, മുന്നിൽ നിന്ന്, അതായത് തൻ്റെ മുന്നിലുള്ള എല്ലാം ഇതിൽ പെടുന്നു. അതായത് അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടികൾ, ആകാശഭൂമികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്നു. എന്നാൽ ഒരു സത്യനിഷേധിക്ക് മുന്നിലുള്ള ഈ മറ കാരണം, ഈ ബ്ലോക്ക് കാരണം ഒന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ മറ പിന്നിൽ നിന്നാണ്. അതായത് അവർ ഹിസ്റ്ററിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതായത് മുൻകഴിഞ്ഞ ധാരാളം ചരിത്ര ഭൂമികളിലൂടെ ഈ നിഷേധികൾ സഞ്ചരിക്കാറുണ്ട്. എന്നിട്ടും അവർക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ സത്യത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ മറ മുകളിൽ നിന്നാണ്. അതായത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെടുന്ന ഖുർആനിൽ നിന്ന് അവർ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൻ്റെ വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ 3 മറകൾ കാരണം അവർക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.